ഹായ് ഫ്രണ്ട്സ്, ബിഗ് ബോസ് സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. എല്ലാവരും ഒരുപോലെ കാത്തിരുന്നൊരു കാര്യമാണ് ജാസ്മിൻ്റെ ബാപ്പയും ഉമ്മയും വരുന്നത്. അപ്പോൾ പ്രൊമോയിൽ നമ്മൾ കണ്ടതാണ്, ജാസ്മിൻ്റെ ബാപ്പയും ഉമ്മയും വരുന്നു. വളരെ ഹാപ്പി ആയിട്ടാണ് അവർ കയറി വരുന്നത്. മകൾക്കുള്ള ഒരു ടെഡിയുമായിട്ടാണ് അവർ വരുന്നത്. വരുമ്പോൾ തന്നെ ജാസ്മിൻ ഉമ്മയും ബാപ്പയെയും കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു, കരയുന്നു. അപ്പോൾ തന്നെ അവിടെ നിന്ന് ബാപ്പ പറയുന്നൊരു കാര്യമുണ്ട്. ഒരു മാല കാണിച്ചിട്ട് ഇനി ഇതായിരിക്കണം ഇവിടെ നിന്ന് വരുമ്പോൾ നിൻ്റെ കഴുത്തിൽ വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിനെ ഒരു മാല ഇടിയിക്കുന്നതിന് ശേഷം അവർ 3 പേരും റൂമിലിരുന്ന് സംസാരിക്കുകയാണ്. സംസാരിക്കുമ്പോഴും ജാസ്മിൻ ആ മാല, നമുക്കറിയാം ഗബ്രി കൊടുത്തൊരു മാല ജാസ്മിൻ്റെ കഴുത്തിലുണ്ട്, അത് ഊരാൻ പറയുന്നു. ജാസ്മിൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ എൻ്റെ പൊന്നു മോളല്ലേ, എൻ്റെ നല്ല മോളല്ലേ, അതൂര്, അതിന് നിൻ്റെ കഴുത്തിൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ബാബ ആ മാല ഊരി കയ്യിൽ വാങ്ങുന്നു. അതിനുശേഷം ജാസ്മിൻ എപ്പോഴും ഗബ്രിയുടെ ഒരു ഫോട്ടോ നോക്കി സംസാരിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ആ ഫോട്ടോ നോക്കിയിട്ട് ഇതിനിവിടെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോ കീറിയൊന്നും കളയുന്നില്ല, ആ ഫോട്ടോ അദ്ദേഹം എടുത്തു കൊണ്ടുപോവുകയാണ്. ജാസ്മിൻ എന്ന് പറഞ്ഞാൽ വളരെ വിഷമത്തിലാണ്. നമുക്കറിയാവുന്നൊരു കാര്യമാണ് ജാസ്മിൻ ഗബ്രിയുമായുള്ള റിലേഷനും കാര്യങ്ങളും എല്ലാം. അപ്പോൾ ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ വാപ്പ ഇനി ഈ ഫോട്ടോ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതെടുക്കുന്നു. അപ്പോൾ ജാസ്മിൻ പിടിച്ചു വലിക്കുന്നുണ്ട്. പക്ഷേ വാപ്പ അത് നിർബന്ധമായിട്ട് ഫോട്ടോ ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. അതിനുശേഷം അദ്ദേഹം പറയുന്നു ഇനി ഇതിവിടെ വേണ്ട, നിൻ്റെ കഴുത്തിൽ ഈ മാല മതി, ഇവിടെ നിന്ന് വരുമ്പോൾ ഈ കഴുത്തിൽ ഈ മാല തന്നെ ആയിരിക്കണം വേണ്ടതെന്ന് പറയുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അതിനുശേഷം ജാസ്മിൻ ഉമ്മയെ കെട്ടിപ്പിടിക്കുന്നു, കരയുന്നു. പക്ഷേ ആ ബാപ്പ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആ വേദനയിൽ നിന്നുണ്ടായ കാര്യങ്ങളാണ്. നമ്മൾക്കറിയാവുന്നതാണ്, ഒരു മകളെക്കുറിച്ച് ഒരിക്കലും കേൾക്കാൻ പറ്റാത്ത പല രീതിയിലുള്ള കാര്യങ്ങളും അദ്ദേഹം പുറത്ത് കേൾക്കുന്നുണ്ട്. അതുപോലെ ഒരു കമൻസ് ആണെങ്കിലും എല്ലാവരും കാണുന്നു. ഇപ്പോൾ ബന്ധുക്കളായിക്കോട്ടെ, നാട്ടുകാരായിക്കോട്ടെ, ഈ ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ മകളുടെ നല്ല ഭാവിക്ക് വേണ്ടി അദ്ദേഹം എടുത്ത ആ ഒരു തീരുമാനം വളരെ ശരി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഇതിലൊരു തെറ്റുമില്ല. അദ്ദേഹം ഒരു റിയൽ ഫാദറാണ്, ഒരു ഹീറോ ആണെന്ന് പറയാം. കാരണം അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിയും. നമുക്കറിയാം ജാസ്മിന് പുറത്തൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു, അഫ്സലാണ്. അപ്പോൾ അഫ്സൽ കൊടുത്ത ടെഡി ആയിട്ടാണ് വന്നത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യം നാളെ നമുക്കറിയാൻ കഴിയും. അപ്പോൾ അദ്ദേഹം വരുന്നുണ്ട്, വന്ന് സംസാരിക്കുന്നു, കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ അഫ്സലായിട്ടുള്ള കല്യാണമെല്ലാം ഉറപ്പിച്ച് വെച്ചിരുന്നതാണ്. പക്ഷെ ഇവിടെ വന്ന് ഗബ്രി ആയിട്ടുള്ള റിലേഷനും കാര്യങ്ങളും കൊണ്ട് നമ്മൾ കണ്ടതാണ് സോഷ്യൽ മീഡിയാസിൽ. അഫ്സലിൻ്റെ വോയിസും അതുപോലെ അഫ്സലിട്ട പോസ്റ്റും ഇൻസ്റ്റയിലിട്ട പോസ്റ്റെല്ലാം നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ ഒരു മകളുടെ നല്ല ഭാവിക്ക് വേണ്ടി അച്ഛൻ ആ ഒരു തീരുമാനം എടുത്തതിൽ ഒരിക്കലും നമുക്ക് അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല. ചിലപ്പോൾ ജാസ്മിൻ്റെ ഗെയിം ആയിരിക്കാം, എന്താണെങ്കിലും ശരി, ഈ ഒരു ഗെയിമിനപ്പുറം മകൾക്കൊരു നല്ല ഭാവിയുണ്ടെന്ന് വിചാരിക്കുന്ന ഏതൊരച്ഛനും എടുക്കുന്ന തീരുമാനം തന്നെയാണ് ജാസ്മിൻ്റെ ബാപ്പയും എടുത്തത്. അദ്ദേഹം അതിലൊരു റിയൽ ഹീറോ തന്നെയാണ്, അത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം വേറെ ഒന്നുമല്ല, അതുപോലെ പുറത്തു നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നുള്ളൊരു പേരിൽ അദ്ദേഹത്തെ ബിഗ് ബോസ് വിളിപ്പിക്കുന്നുണ്ട്, വാൺ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊന്നും പുറത്തെ കാര്യങ്ങൾ കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് പറയാൻ പാടില്ല, അത് ശരിയല്ല, നിയമവിരുദ്ധമാണെന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് അദ്ദേഹത്തെ വിളിപ്പിക്കുന്നുണ്ട്. എന്താണെങ്കിലും ശരി, സ്വന്തം മകളുടെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു പോയി കാണും. കാരണം പുറത്ത് എത്രത്തോളം നെഗറ്റീവാണ് ജാസ്മിനെതിരെ പോകുന്നതെന്ന്. ഈ കോംബോ, ജാസ്മിൻ ഗബ്രി കോംബോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അവർക്കത് ജസ്റ്റ് കണ്ടു കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. പക്ഷെ മക്കൾ എത്ര തന്നെ തെറ്റ് ചെയ്താലും ഒരിക്കലും മാതാപിതാക്കൾക്ക് മക്കളെ വെറുക്കാൻ കഴിയില്ല. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. കാരണം ജാഫ്രിക്ക പറയുന്നത് എൻ്റെ പൊന്നുമോളാണ്, നല്ല മനസ്സോടെ അതിങ്ങ് ഊരിത്തരൂ എന്ന് വളരെ ക്ഷമയോടെയാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ ഓരോ കമൻസിലും ജാസ്മിൻ ഓരോ നെഗറ്റീവ് ആകുമ്പോഴും ഓരോ കമൻസിലും നമ്മൾ കാണുന്നുണ്ട്, ഇവളുടെ അച്ഛനിത് കാണുന്നില്ലേ, അമ്മ ഇത് കാണുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ആ വീട്ടുകാരെ പോലും വളരെ മോശമായ രീതിയിലുള്ള ഒരുപാട് കമൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരിക്കലും മക്കളുടെ തെറ്റുകൾക്ക് മാതാപിതാക്കൾ കൂട്ടുനിൽക്കില്ല എന്നുള്ളതിൻ്റെ 100% നാളത്തെ നമ്മൾ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ആ സംസാരവും അതുപോലെ മകൾക്കൊരു തെറ്റ് പറ്റിയെന്ന് പറഞ്ഞ് ഒരിക്കലും മകളെ അവർ തള്ളിക്കളയുന്നുമില്ല. എൻ്റെ പൊന്നുമോളാണ് എന്നുള്ളൊരു വാക്ക് തന്നെ മതി. അവർ ചേർത്ത് പിടിക്കുന്നുണ്ട്. മകളുടെ തെറ്റുകൾ മകളിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് അവർ ആ ഫോട്ടോയും അതുപോലെ ആ മാലയെല്ലാം എടുത്തു മാറ്റുന്നു. മകൾ ഇത് നിനക്കിനി വേണ്ട, ഇനി തിരിച്ചു വരുമ്പോൾ ഈ മാല മതിയെന്ന് പറയുന്നത് ആ ഒരു ഇത് വേണ്ട, മനസ്സിൽ നിന്ന് മാറ്റണം എന്ന് അദ്ദേഹം പറയാതെ പറയുകയാണ് ചെയ്തത്. അത് നമുക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും. അച്ഛൻ്റെ ഒരു വേദനയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് മകൾ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ മകൾക്ക് വന്ന ആ ഒരു പേര് അവർക്ക് മാറ്റുകയും വേണം. അതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം.
ജാസ്മിൻ ഉമ്മയെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരയുന്നുണ്ട്. ഉമ്മ എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഉമ്മയെ കെട്ടിപ്പിടിച്ച് ജാസ്മിൻ കരയുന്നുണ്ട്. പക്ഷേ അച്ഛൻ ആ ബാപ്പ ഭയങ്കര ദേഷ്യപ്പെടുകയോ ഒന്നുമല്ല, കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ ഒന്നുമല്ല. അദ്ദേഹം ആ ഒരു ഫോട്ടോയും ആ ഒരു മാലയും എടുത്ത് മാറ്റുന്നു, അത് തിരിച്ചു കൊടുക്കുന്നു. ജാസ്മിൻ്റെ അടുത്ത് പറയുന്നു ഇന്നത് വേണ്ട എന്ന് പറയുന്നു. എന്നാലും അവരൊരിക്കലും ജാസ്മിനെ കളയുന്നില്ല, ജാസ്മിനെ അവർ ചേർത്ത് പിടിക്കുന്നുണ്ട്. നമ്മൾ പല കമൻസിലും അവരെ ഒരുപാട് മോശമായിട്ടൊക്കെ പറഞ്ഞ ആൾക്കാർക്കുള്ളൊരു മറുപടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനം എന്ന് എനിക്ക് തോന്നുന്നു. വളരെ നല്ല തീരുമാനമാണ്. അദ്ദേഹം അവിടെ വന്നത് തന്നെ വളരെ നല്ല കാര്യമാണ്. കാരണം അദ്ദേഹം വരുമോ, ഉമ്മ മാത്രം വരുന്നുള്ളൂ, ബാപ്പ വരുന്നില്ല എന്നൊക്കെയുള്ള ഒരു അഭ്യൂഹങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതിനൊക്കെ തിരുത്തിക്കൊണ്ട് അദ്ദേഹം അവിടെ കയറി വരികയും ആ ഒരു പക്വതയോടെ, വളരെ കാര്യക്ഷമതയോടെ, ക്ഷമയോടെയുള്ള ആ ഒരു പെരുമാറ്റവും ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ജാസ്മിൻ നല്ലൊരു ഗെയിമർ തന്നെയാണ്. ജാസ്മിനോട് ഒരുപാട് കണ്ടന്റുകളും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ജാസ്മിന് കുറേ തെറ്റുകൾ, അതായത് കുറേ കാര്യങ്ങൾ ജാസ്മിൻ്റെ ഭാഗത്തുനിന്ന് പിഴവുകൾ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ ശരി തന്നെയാണ്. പക്ഷെ അതെല്ലാം മാറി നല്ല രീതിയിൽ തന്നെ ജാസ്മിനും ഗെയിമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. കാരണം നമ്മൾ തുടക്കം മുതലേ ഇപ്പം എത്ര കണ്ടന്റ് ഇല്ല എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എല്ലാം ചെന്ന് അവസാനിക്കുന്നത് ജാസ്മിനിൽ തന്നെയാണ്. ജാസ്മിൻ നല്ലൊരു ഗെയിമർ തന്നെ ആയിരുന്നു. പക്ഷെ ആ ഒരു കോംബോയൊക്കെ വന്നതുകൊണ്ട്, കോംബോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ആ ഒരു കോംബോയിൽ ജാസ്മിന് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിലുള്ള കുറേ കാര്യങ്ങളും അതുപോലെ പല പല രീതിയിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം മാറി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഇപ്പോൾ വീട്ടുകാർ വന്നു സംസാരിച്ചു, ഇനി അതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്നിരുന്നാലും അതിൽ നിന്നെല്ലാം മാറി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ. കാരണം ടോപ്പ് 5 വരാൻ കഴിവുള്ളൊരു കണ്ടസ്റ്റന്റ് തന്നെയാണ് ജാസ്മിൻ, അതിലൊരു സംശയവുമില്ല. ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കളിക്കട്ടെ, ഇൻഡിവിജ്വലായി വന്നിട്ട് ഇൻഡിവിജ്വലായി തന്നെ കളിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.